ജീവിതകാലം മുഴുവൻ ഞാനൊരു സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് ജോലി ചെയ്തത്. വലിയ പ്രസക്തിയുള്ള ജോലിയൊന്നും അല്ലെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിച്ചു. പെട്രോൾ പമ്പുകൾ, ചെറിയ കടകൾ, കൺവീനിയൻസ് സ്റ്റോറുകൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അധികം ഒരു മൂലയിൽ ഇരുന്നോ നിന്നോ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാത്രമാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അടുത്തുള്ള മാളിലെ രാത്രി ഷിഫ്റ്റിനായുള്ള പരസ്യം കണ്ടപ്പോൾ ഒടുവിൽ എനിക്ക് നല്ലൊരു ജോലി കിട്ടിയെന്ന് ഞാൻ കരുതി. വർഷങ്ങളായി കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശമ്പളമായിരുന്നു അവർ വാഗ്ദാനം ചെയ്തത്. സമയം മോശമായിരുന്നില്ല. രാത്രി 11 മണി മുതൽ 6 മണി വരെ. ഒരു കെട്ടിടം മാത്രമാണുള്ളത്. അതുകൊണ്ട് ജോലി എളുപ്പമായിരിക്കുമെന്ന് ഞാൻ കരുതി. സെക്യൂരിറ്റി ഓഫീസിലിരുന്ന് ക്യാമറകൾ നോക്കി രാത്രിയുടെ നിശബ്ദതയിൽ ആ വലിയ മാളിൽ ചുറ്റിക്കറങ്ങുന്നത് ഞാൻ മനസ്സിൽ കണ്ടു. ഉടൻ തന്നെ ഞാൻ അപേക്ഷിച്ച അടുത്ത ദിവസം തന്നെ എനിക്കൊരു കോൾ വന്നു. മാനേജർ മിസ്റ്റർ ഹെൻസി ആയിരുന്നു വിളിച്ചത്. അന്ന് വൈകുന്നേരം ഒരു ഇൻ്റർവ്യൂവിന് വരാമോ എന്ന് ചോദിച്ചു. പെട്ടെന്നുള്ള കാര്യമായതുകൊണ്ട് എനിക്കല്പം സംശയം തോന്നി. പക്ഷേ ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. എനിക്ക് ജോലി ആവശ്യമായിരുന്നു. കൂടാതെ മാൾ എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നത് സൗകര്യവുമായി. വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാര്യങ്ങൾ ഇത്ര വേഗത്തിൽ നടക്കുന്നതിലുള്ള എൻ്റെ ആശങ്ക മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിച്ചു. മാളിന് അത്രയും അത്യാവശ്യമായി ഒരു രാത്രി കാവൽക്കാരനെ ആവശ്യമുണ്ടായിരുന്നോ? തിരക്കിട്ട് നടത്തിയതുപോലെ ഒരു ഇൻ്റർവ്യൂ വേഗത്തിൽ കഴിഞ്ഞു. ഹെൻസി എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചില്ലെങ്കിലും ഞാൻ മറുപടി പറഞ്ഞപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു. ക്യാമറകൾ ഓരോ 15-30 മിനിറ്റിലും പരിശോധിക്കുക. ഓരോ മണിക്കൂറിലും പെട്രോളിംഗ് നടത്തുക. അസാധാരണമായി ഒന്നും ഉണ്ടായിരുന്നില്ല. ഒടുവിലയാൾ എന്നെ നോക്കി ചോദിച്ചു, നിങ്ങൾക്ക് ഇന്ന് രാത്രി തന്നെ തുടങ്ങാൻ പറ്റുമോ? ഇതെന്നെ അത്ഭുതപ്പെടുത്തി. മിക്ക സ്ഥലങ്ങളിലും പേപ്പർ വർക്കിലും ബാക്ക്ഗ്രൗണ്ട് ചെക്കിങ്ങിനുമെല്ലാം സമയമെടുക്കും. പക്ഷേ എനിക്കതൊരു വിഷയമായിരുന്നില്ല. തീർച്ചയായും എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മറുപടി കേട്ട് അയാൾക്ക് ആശ്വാസമായതുപോലെ എനിക്ക് തോന്നി. വളരെ നന്ദി, ഞങ്ങൾക്ക് സ്റ്റാഫ് കുറവുണ്ട്, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ഗാർഡന്മാർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ വ്യത്യസ്തനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്കല്പം ആശങ്ക നൽകി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? എന്നാൽ എനിക്ക് ചോദിക്കാൻ കഴിയുന്നതിന് മുമ്പ് ഓഫീസിൻ്റെ താക്കോൽ എൻ്റെ കയ്യിൽ തന്നിട്ട് രാത്രി 11 മണിക്ക് കൃത്യമായി എത്താൻ പറഞ്ഞു. എത്രയും വേഗം തുടങ്ങിയാൽ അത്രയും വേഗം ശമ്പളം കിട്ടുമല്ലോ, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഷിഫ്റ്റിന് മുമ്പ് കുറച്ച് ഉറങ്ങാനായി വീട്ടിലേക്കും പോയി. മാളിലെത്തിയപ്പോൾ ഇരുട്ട് പരന്നിരുന്നു. ആളനക്കമില്ലാത്ത വിജനതയായിരുന്നു. പകൽ സമയത്ത് കാറുകൾ നിറഞ്ഞു കിടന്നിരുന്ന പാർക്കിംഗ് സ്ഥലം ഏതാണ്ട് പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്നു. മങ്ങിയ പാർക്കിംഗ് ലൈറ്റുകൾക്ക് താഴെ ചില വാഹനങ്ങളുണ്ടെങ്കിലും ചുറ്റും നിശബ്ദത എനിക്ക് അനുഭവപ്പെട്ടു. കെട്ടിടം ഒരു ഉറങ്ങുന്ന ഭീമനെ പോലെ കാണപ്പെട്ടു. ഒരു നിമിഷം എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തോന്നി. എന്തോ ഒരു പന്തികേട് പോലെ. ഞാൻ അതിനെ ആദ്യ ദിവസത്തെ ടെൻഷനായി തള്ളിക്കളഞ്ഞു. എന്നിട്ട് ജീവനക്കാർക്കുള്ള എൻട്രൻസിൻ്റെ അടുത്തേക്ക് നടന്നു. മിസ്റ്റർ ഹെൻസി എന്നെ വാതിൽക്കൽ വെച്ച് കണ്ടു. അദ്ദേഹം അധികം സംസാരിച്ചില്ല. വളഞ്ഞു പുളഞ്ഞ ഇടനാഴിയിലൂടെ സെക്യൂരിറ്റി ഓഫീസിലേക്ക് എന്നെ നയിച്ചു. നടക്കുമ്പോൾ അടിസ്ഥാന പ്രോട്ടോക്കോളുകൾ വീണ്ടും വിശദീകരിച്ചു. ഓഫീസ് ചെറുതായിരുന്നു. മാളിൻ്റെ പിന്നിലായി ഒരു ഇടുങ്ങിയ മുറി. കെട്ടിടത്തിലുടനീളമുള്ള ക്യാമറകളിൽ നിന്നുള്ള മങ്ങിയ ദൃശ്യങ്ങൾ കാണിക്കുന്ന സ്ക്രീനുകൾ നിറഞ്ഞതായിരുന്നു ആ മുറി. ഓരോ 10-30 മിനിറ്റിലും ക്യാമറകൾ പരിശോധിക്കുക, അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ റൗണ്ടുകൾ നടത്തുക, ഒരു കുഴപ്പവുമില്ലെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ എസ്കലേറ്ററുകളും പ്ലേ ഏരിയയും ശ്രദ്ധിക്കുക, അവിടെ ചിലപ്പോഴൊക്കെ പലതും സംഭവിക്കാറുണ്ട്. അവസാനത്തെ സെൻറ്റൻസ് എന്നെ ഞെട്ടിച്ചു. പലതും സംഭവിക്കാറുണ്ടെന്നോ? കുട്ടികളായിരിക്കും കൂടുതലും. രാത്രിയിൽ ഒളിച്ചു കിടക്കാൻ ശ്രമിക്കുന്നവരോ അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലും. അത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അദ്ദേഹത്തിൻ്റെ സംസാരം എനിക്ക് നേരിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിലും ഞാൻ തലയാട്ടി. അദ്ദേഹം സാധാരണ നിർദ്ദേശങ്ങളുടെ ഒരു കോപ്പി എനിക്ക് തന്നു. വീണ്ടും കൈകൊടുത്ത് ഗുഡ് ലക്ക്, രാവിലെ കാണാം എന്ന് പറഞ്ഞു പോയി. അദ്ദേഹം പോയപ്പോൾ ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു. ഒഴിഞ്ഞ മാളിൻ്റെ നിശബ്ദത ഒരു കനത്ത തണുപ്പ് പോലെ എന്നെ പൊതിഞ്ഞു. ഞാൻ മോണിറ്ററുകൾ മുമ്പിൽ ഇരുന്നു. ക്യാമറ ഫീൽഡുകൾ മാറ്റി നോക്കി. എസ്കലേറ്ററുകൾ നിശ്ചലമായിരുന്നു.
കടകളെല്ലാം ശൂന്യമായിരുന്നു. ഇതൊരു മാൾ മാത്രമാണ്. ഇതിൽ ഭയപ്പെടുത്തുന്ന ഒന്നുമില്ല. വെറുമൊരു വലിയ ഒഴിഞ്ഞ കെട്ടിടം. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം എൻ്റെ പിന്നിൽ ആരുടെയോ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഞാൻ ഉടനെ ചാടി എഴുന്നേറ്റു. എനിക്കരികിൽ ഒരു തൂപ്പുകാരൻ നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പ്രതികരണം കണ്ട് അദ്ദേഹം ചിരിച്ചു. നിങ്ങളെ പേടിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ല കൂട്ടുകാരാ, അദ്ദേഹം പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. നിങ്ങൾ പുതിയ ആളായിരിക്കുമല്ലേ? ഞാൻ പരിഭ്രാന്തിയോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ, പുതിയ ആളാണ്. ഇവിടെ രാത്രി ഒരു തൂപ്പുകാരനുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാം വൃത്തിയാക്കാനും അടുത്ത ദിവസത്തേക്ക് എല്ലാം റെഡിയാക്കാനും അവർ ഞങ്ങളിൽ ഒരാളെ എപ്പോഴും ഇവിടെ രാത്രി നിർത്താറുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വരം അല്പം ഗൗരവമുള്ളതായി മാറി. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നിയമങ്ങൾ ശരിയായി പാലിക്കുക. ഞാൻ കണ്ണു ചിമ്മി. നിയമങ്ങളോ? നിങ്ങൾ ഉദ്ദേശിച്ചത് മാനേജർ തന്ന നിർദ്ദേശങ്ങളാണോ? അദ്ദേഹം എൻ്റെ നേർക്ക് ഒരു ചുരുട്ടിയ കടലാസ് നീട്ടി അസ്വസ്ഥതയോടെ എന്നെ നോക്കി. ഇതൊന്നും മാനേജർ തന്നതല്ല. ഇവയാണ് നിങ്ങൾക്ക് രാത്രി അതിജീവിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ. എന്തെങ്കിലും തമാശ പ്രതീക്ഷിച്ച് ഞാൻ പേപ്പർ നിവർത്തി. പക്ഷെ അതിലുണ്ടായിരുന്ന നിയമങ്ങളുടെ പട്ടിക തമാശയായിരുന്നില്ല. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: രാത്രിയിൽ നിങ്ങളുടെ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ. നിയമം 1: ഓരോ 15-30 മിനിറ്റിലും ക്യാമറകൾ പരിശോധിക്കുക, പക്ഷേ ദൃശ്യങ്ങളിലേക്ക് അധിക നേരം നോക്കരുത്. നിയമം 2: മാൻക്യൂനുകളെ നേരിട്ട് നോക്കരുത്. മാൻക്യൂനുകളുടെ സ്ഥാനം മാറിയാൽ ഉടൻ തന്നെ ആ പ്രദേശം വിട്ടു പോവുക. ഞാൻ ആ ലിസ്റ്റിലേക്ക് നോക്കി. എൻ്റെ വയറ്റിൽ ഒരു പിരിമുറുക്കം അനുഭവപ്പെട്ടു. നിങ്ങൾ കാര്യമായിട്ടാണോ ഇതൊക്കെ പറയുന്നത്? ഞാനത് ചോദിച്ചപ്പോഴേക്കും തൂപ്പുകാരൻ്റെ ചിരി മാഞ്ഞു പോയിരുന്നു. ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയാണ്, നിയമങ്ങൾ പാലിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞയാളുടെ ഗതി വരും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനൊരു ചിരിയോടെ തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ചത് അവസാനത്തെ കാവൽക്കാരനെയാണോ? ഞാൻ ചോദിച്ചു. അദ്ദേഹം തലയാട്ടി. അയാൾ ഒരു രാത്രിക്ക് ശേഷം ജോലി ഉപേക്ഷിച്ച് പോയി. ഓക്കെ. ഞാൻ ലിസ്റ്റിലുള്ള ബാക്കി നിർദ്ദേശങ്ങൾ പരിശോധിക്കാതെ കടലാസ് പോക്കറ്റിലിട്ടിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ആദ്യത്തെ റൗണ്ട് പോവുകയാണ്. തോപ്പുകാരൻ വഴിമാറി. എന്നിട്ട് എന്നെ ഒന്ന് തുറച്ചു നോക്കി സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ തലയാട്ടി ഓഫീസിൽ നിന്നിറങ്ങി. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ പിന്തുടരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാര രീതി, നോട്ടം, അതെന്തോ പന്തികേടായി തോന്നി. പക്ഷേ ഒരു വിചിത്രമായ നിയമങ്ങളുടെ ലിസ്റ്റ് എൻ്റെ മനസ്സിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ അനുവദിച്ചില്ല. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പെട്രോളിംഗ് ആരംഭിച്ചു. മാൾ രാത്രിയിൽ പ്രതീക്ഷിച്ചതിലും ഭയാനകമായിരുന്നു. മങ്ങിയ വെളിച്ചം ടൈൽ ചെയ്ത തറയിൽ നീണ്ടു വളഞ്ഞ നിഴലുകൾ വീഴ്ത്തി. ഓരോ ശബ്ദം വലുതായി തോന്നി. എൻ്റെ കാൽപെരുമാറ്റം ചൂരുകളിൽ പ്രതിധ്വനിച്ചു. ഫ്ലോറസൻ്റ് ലൈറ്റുകളുടെ നേരിയ മുഴക്കം, കൂടാതെ കെട്ടിടത്തിൻ്റെ ദൂരെയുള്ള ഞരക്കങ്ങളും കിരികിരിപ്പുകളും എനിക്ക് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. പ്രധാന ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ ജോലിയിൽ കേന്ദ്രീകരിക്കാൻ ഞാൻ ശ്രമിച്ചു. മാൾ അത്ര വലുതായിരുന്നില്ലെങ്കിലും പതിവ് പെട്രോളിങ്ങുകൾ ആവശ്യമായിരുന്നു. ധാരാളം കടകൾ പരിശോധിക്കാനുണ്ടായിരുന്നു. ചിലത് ഉപേക്ഷിക്കപ്പെട്ടവ, ചിലത് പൂട്ടിയിരുന്നെങ്കിലും ഇരുണ്ട ചില്ലുകൂടിനുള്ളിൽ നിന്ന് പ്രദർശന വസ്തുക്കൾ പുറത്തേക്ക് കാണാമായിരുന്നു. ഫുഡ് കോർട്ടിൻ്റെ അടുത്ത് കുട്ടികളുടെ കളിസ്ഥലം ശൂന്യമായി കിടക്കുന്നു. വർണ്ണാഭമായ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ മങ്ങിയ എമർജൻസി ലൈറ്റുകൾക്ക് കീഴെ വിചിത്രവും നിർജീവവുമായി കാണപ്പെട്ടു. അല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് എസ്കലേറ്ററുകൾ കാണാനായി. തിരക്കുള്ള കാലഘട്ടത്തിലെ അവശേഷിപ്പുകൾ പോലെ അവ നിശ്ചലമായി നിന്നിരുന്നു. ഞാൻ നിശബ്ദമായി പൊരുത്തപ്പെട്ടു വരുമ്പോഴാണ് ഒരു തുണിക്കടയിൽ എന്തോ വിചിത്രത ഞാൻ ശ്രദ്ധിച്ചത്. കടയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഞാൻ നിന്നു. എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഉൾവശത്തേക്ക് വീശി. ആദ്യം ഞാൻ അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല. എന്നാൽ ഞാൻ പ്രകാശം കടയ്ക്കുള്ളിലേക്ക് ചലിപ്പിച്ചപ്പോൾ എൻ്റെ കണ്ണുകളുടെ കോണിൽ ഒരു ചലനം ഞാൻ ശ്രദ്ധിച്ചു. എന്തോ, അല്ലെങ്കിൽ കടയിലാരോ ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്നത് പോലെ. ഞാൻ തലതിരിച്ച് നേരിട്ട് നോക്കിയെങ്കിലും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നിൽ ഏതാനും മാൻകിനുകൾ അനങ്ങാതെ നിൽക്കുന്നു. ഞാൻ നെടുവീർപ്പിട്ട് തലയാട്ടി. ഇതെൻ്റെ പേടി മാത്രമാണ്. ആ തൂപ്പുകാരൻ്റെ പേടിപ്പിക്കുന്ന ലിസ്റ്റ് എൻ്റെ മനസ്സിൽ കയറിക്കൂടാൻ അനുവദിക്കില്ലെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അപ്പോഴാണ് ഞാനത് കണ്ടത്. വസ്ത്രങ്ങൾ അനങ്ങുന്ന ശബ്ദം. എൻ്റെ ഫ്ലാഷ് ലൈറ്റ് മാൻക്യൂനുകളുടെ നേരെ തിരിഞ്ഞു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അവയിൽ ഒന്നിൻ്റെ സ്ഥാനം മാറിയിരിക്കുന്നു. അത് അല്പം കൂടി അടുത്ത് നിൽക്കുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലാകാൻ തുടങ്ങി. ഏയ് മിസ്റ്റർ സ്റ്റീപ്പർ, ഞാൻ ഉറക്കെ വിളിച്ചു. ആ വിളി ദേഷ്യം കൊണ്ടാണ്, അല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ട് ആയിരുന്നില്ല.
ഇത് അയാളുടെ ഒരു തമാശയായിരിക്കും, ഞാൻ മനസ്സിലോർത്തു. അയാൾ ഒരുപക്ഷെ ഇരുട്ടിൽ നിന്ന് എന്നെ നിരീക്ഷിച്ച് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നതാവാം. പക്ഷേ മറുപടി ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ പിന്നിൽ തുടിയുടെ മൃദുലമായ അസ്വസ്ഥമാക്കുന്ന ഒരു ചലനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പതിയെ തിരിഞ്ഞു. എൻ്റെ ഫ്ലാഷ് ലൈറ്റ് മാൻകുനികളെ സ്കാൻ ചെയ്തു. അപ്പോഴാണ് ഞാൻ കണ്ടത് അവയിൽ ഒന്നിൻ്റെ സ്ഥാനം വീണ്ടും മാറിയിരിക്കുന്നു. അതിൻ്റെ തല ഇപ്പോൾ പുറത്തേക്കുള്ള വാതിലിന് നേർക്ക് തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ ശ്വാസം തൊണ്ടയിൽ കുടുങ്ങി. ഇവിടെ ഇപ്പോൾ എനിക്കൊപ്പം മറ്റാരുമില്ല. അതുകൊണ്ട് ഇതൊരു ട്രിക്കാകാൻ വഴിയില്ല. ഞാൻ വേഗത്തിൽ കടയിൽ നിന്ന് പുറത്തോട്ട് നടന്നു. അധിക നേരം അതിനുള്ളിൽ ചിലവഴിക്കുന്നത് നല്ലതല്ല എന്നെനിക്ക് തോന്നി. അപ്പോഴാണ് ഞാൻ കേട്ടത് കാൽപ്പെരുമാറ്റം. പക്ഷേ അത് സാധാരണ കാൽപ്പെരുമാറ്റമായിരുന്നില്ല. മരത്തിലോ തറയിലോ ആരോ ചുരുണ്ടുന്നത് പോലുള്ള ശബ്ദം. എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കി. അത് അവിടെ ഉണ്ടായിരുന്നു. കടയിലെ അതേ മാൻകിൻ. അത് ഇടനാഴിയുടെ നടുക്ക് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ശൂന്യമായ ജീവനില്ലാത്ത മുഖം എന്നെ തുറച്ചു നോക്കുന്നു. എൻ്റെ കഴുത്തിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ഞാൻ അതിനെ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ മുഖത്തു നിന്ന് രക്തം വറ്റുന്നത് പോലെ എനിക്ക് തോന്നി. അത് പതിയെ എൻ്റെ നേർക്ക് നീങ്ങാൻ തുടങ്ങി. അതിൻ്റെ ചലനങ്ങൾ ഒരു പാവയെ വലിച്ചിഴയ്ക്കുന്നത് പോലെ യന്ത്രസമാനമായിരുന്നു. സാധാരണ ബുദ്ധിയുള്ള ഏതൊരാളും ചെയ്യുന്നത് പോലെ ഞാൻ അവിടെ നിന്ന് ഓടി. ഞാൻ തിരിഞ്ഞ് ഇടനാഴിയുടെ താഴേക്ക് കുതിച്ചു. മാളിൻ്റെ വിശാലമായ ശൂന്യതയിൽ എൻ്റെ കാൽപെരുമാറ്റം പ്രതിധ്വനിച്ചു. ആ സമയം എനിക്ക് എങ്ങനെയെങ്കിലും ആ സാധനത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ചിന്തയുണ്ടായിരുന്നുള്ളൂ. എൻ്റെ പിന്നിലെ കാൽപെരുമാറ്റം അപ്പോഴേക്കും നിന്നിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. ഞാൻ റെസ്റ്റ് റൂമിലേക്ക് ഓടിക്കേറി. മുഖത്ത് വെള്ളമൊഴിച്ച് ഇതെല്ലാം എൻ്റെ മനസ്സിൻ്റെ തോന്നലുകളാണെന്ന് സ്വയം പറഞ്ഞ് ആശ്വസിപ്പിച്ചു. പക്ഷേ ഞാൻ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ മറ്റൊന്ന് കണ്ടു. കക്കൂസിന് സമീപം ഒരു സ്ത്രീരൂപം പുറംതിരിഞ്ഞു നിൽക്കുന്നു. ഒരു ക്ലീനിങ് ലേഡിയുടെ സാധാരണ യൂണിഫോമാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഞാൻ കണ്ണ് ചിമ്മിയപ്പോഴേക്കും അവർ അപ്രത്യക്ഷമായി. എൻ്റെ ഹൃദയമിടിപ്പ് ഒരു നിമിഷം നിന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. റെസ്റ്റ് റൂം ശൂന്യമായിരുന്നു. ഇതും കൂടിയായപ്പോൾ ഞാൻ ശരിക്കും തളർന്നുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ മുട്ടുകുത്തി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായി ഞാൻ ഓർത്തു. അവയ്ക്കൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് ആ ലിസ്റ്റ് ഓർമ്മ വന്നത്. എൻ്റെ പോക്കറ്റിൽ നിന്ന് ചുരുട്ടിയ കടലാസ് വിറയ്ക്കുന്ന കൈകളോടെ പുറത്തെടുത്ത് നിവർത്തി. അതിൽ വ്യക്തമായി കറുത്ത മഷിയിൽ അടുത്ത നിയമങ്ങൾ എഴുതിയിരിക്കുന്നു. നിയമം 3. ഒരു മാൻകിൻ നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്ന് തോന്നിയാൽ തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾ അവരെ അവഗണിക്കുകയാണെങ്കിൽ അവ നിർത്തും. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവർ അടുത്തേക്ക് വരും. അത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോയതുപോലെ തോന്നി. ഞാൻ മാൻകുനികളെ നോക്കിയിരുന്നു. നിയമം 4. റെസ്റ്റ് റൂമിലെ കണ്ണാടികളിലേക്ക് ഒരിക്കലും നോക്കരുത്. അതും ഞാൻ ചെയ്തു. ഞാൻ 2 നിയമങ്ങൾ ഇതിനകം ലംഘിച്ചു എന്ന് മനസ്സിലായപ്പോൾ എൻ്റെ വയറ്റിൽ ഒരു പിരിമുറുക്കം അനുഭവപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നതെങ്കിലും ഞാനത് കൂടുതൽ വഷളാക്കിയിരുന്നു. നിയമം 5. ഉപേക്ഷിക്കപ്പെട്ട ഒരു കടയിൽ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ ശ്രദ്ധിക്കരുത്. ഞാൻ കഷ്ടിച്ച് ഉമിനീരിറക്കി. ആരും സംസാരിക്കുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ നിയമം വായിച്ചപ്പോൾ എനിക്കൊരു അസ്വസ്ഥത തോന്നി. നിയമം 6. പ്ലേ ഏരിയയിൽ നിന്ന് ഒരു കുട്ടി ചിരിക്കുന്നത് കേട്ടാൽ ഉടൻ തന്നെ അവിടുന്ന് പോവുക. നിയമം 7. സമയം നോക്കുമ്പോൾ നിങ്ങൾ അവസാനമായി നോക്കിയതിനേക്കാൾ നേരത്തെയാണെങ്കിൽ ഉടൻ സെക്യൂരിറ്റി ഓഫീസിലേക്ക് മടങ്ങുക. ഞാൻ വാച്ചിലേക്ക് നോക്കിയപ്പോൾ സമയം രാത്രി 11:30. എൻ്റെ രക്തം തണുത്ത് പറിച്ചു. 11:30 വഴിയില്ല. കാരണം ഞാൻ അർദ്ധരാത്രിക്ക് ശേഷമാണ് എൻ്റെ പെട്രോളിംഗ് ആരംഭിച്ചത്. അതിനുശേഷം കുറച്ച് സമയമായി. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാകും? ഞാൻ റെസ്റ്റ് റൂമിൽ നിന്നും വേഗം സെക്യൂരിറ്റി ഓഫീസിലേക്ക് ഓടി. എൻ്റെ ചുറ്റുമുള്ള വായുവിന് ഇപ്പോൾ ഭാരം തോന്നി. മുകളിലെ ലൈറ്റുകൾ നേരിയ തോതിൽ മിന്നുന്നുണ്ടായിരുന്നു. ഒരു സമയത്ത് ശാന്തവും സുരക്ഷിതവുമാണെന്ന് ഞാൻ കരുതിയ മാൾ ഇപ്പോൾ ഒരു ജീവനുള്ള മറ്റെന്തോ ആയി മാറിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഓഫീസിലെത്തി വാതിലടച്ചു. ശ്വാസം കിട്ടാതെ ഞാൻ കിതച്ചു. എൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ വീണ്ടും വാച്ചിൽ നോക്കി. സമയം ഏകദേശം പുലർച്ചെ 1 മണിയായിരിക്കുന്നു. ഇപ്പോൾ സമയം കറക്റ്റാണ്. പക്ഷേ നേരത്തെ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സമയം ഇങ്ങനെ മാറിയത്? വിറയ്ക്കുന്ന കൈകൾ മേശപ്പുറത്തമർത്തി ഞാൻ ഇരുന്നു. എനിക്ക് ധൈര്യം സംഭരിക്കണമായിരുന്നു. കാരണം ഈ സ്ഥലത്തിന് മുന്നിൽ കീഴടങ്ങാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ വീണ്ടും ലിസ്റ്റ് പുറത്തെടുത്ത് ബാക്കിയുള്ള നിയമങ്ങൾ വായിച്ചു. നിയമം 8.
രാവിലെ 4-നും 4:30-നും ഇടയിൽ സെക്യൂരിറ്റി ഓഫീസ് വാതിൽ പൂട്ടുക. ആർക്കും അത് തുറന്നു കൊടുക്കരുത്. ആര് മുട്ടിയാലും വാതിൽ തുറക്കരുത്. കാരണം അത് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയായിരിക്കില്ല. ക്യാമറ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നിയമം 9. ഒരു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് കരച്ചിൽ കേട്ടാൽ വാതിൽ തുറക്കരുത്. നിയമം 10. ഒരു എസ്കലേറ്റർ പ്രവർത്തിക്കുന്നു കേട്ടാൽ അന്വേഷിച്ച് പോകരുത്. പകരം സെക്യൂരിറ്റി ക്യാമറയിൽ നോക്കുക. നിയമം 11. ഒരു കാരണവശാലും നിങ്ങളുടെ ഷിഫ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് പോകരുത്. അങ്ങനെ ചെയ്താൽ എന്തോ ഒന്ന് നിങ്ങളെ മാളിൻ്റെ പുറത്തേക്ക് പിന്തുടരാൻ സാധ്യതയുണ്ട്. ഞാൻ പരിഭ്രാന്തിയോടെ ചിരിച്ചു. എന്തുതരം ജോലിയാണ് ഞാൻ ഏറ്റെടുത്തത്? ആരാണ് ഈ നിയമങ്ങളൊക്കെ എഴുതിയത്? എനിക്കൊന്നും മനസ്സിലായില്ല. എന്നാൽ അപ്പോഴേക്ക് സംഭവിച്ച ഓരോ കാര്യങ്ങളും എന്നെ വേട്ടയാടാൻ തുടങ്ങി. മാൻക്വിൻ, സമയം മാറിയത്, കണ്ണാടിയിലെ രൂപം. ഇതൊന്നും സാധാരണമായിരുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് ഈ രാത്രി അതിജീവിക്കണം. അപ്പോഴേക്കും സമയം പുലർച്ചെ 1 മണി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് മറ്റൊരു റൗണ്ടിന് പോകേണ്ടിയിരുന്നു. സെക്യൂരിറ്റി ഓഫീസിൽ അടച്ചുപൂട്ടി ഇരിക്കാനാണ് ആഗ്രഹമെങ്കിലും സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകൾ പാലിക്കണമെന്ന് എനിക്കറിയാമായിരുന്നു. ക്യാമറകളിൽ സാധാരണയായി ഒന്നും കണ്ടില്ല. അതിനാൽ ഞാൻ ധൈര്യം സംഭരിച്ച് വീണ്ടും മാളിലേക്ക് ഇറങ്ങി. ഒരു ഇടനാഴിയിലൂടെ ഞാൻ ശ്രദ്ധയോടെ നടന്നു. അപ്പോഴാണ് ആ നേരിയ ശബ്ദം ഞാൻ കേട്ടത്. ഒരു ഉപേക്ഷിക്കപ്പെട്ട കടയിൽ നിന്നായിരുന്നു അത്. ഞാൻ നടത്തി നിർത്തി. എൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. കടയിൽ നിന്നുള്ള ശബ്ദം വളരെ നേർത്തതായിരുന്നു. മാളിൻ്റെ എയർ കണ്ടീഷനിങ് നേർത്ത മുളലിനപ്പുറം കഷ്ടിച്ച് കേൾക്കാവുന്ന ഒന്ന്. പക്ഷേ അത് വ്യക്തമായിരുന്നു. അകത്ത് ആരോ അല്ലെങ്കിൽ എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നു. മുന്നോട്ട് നടക്കാൻ ഞാൻ സ്വയം നിർബന്ധിച്ചു. എൻ്റെ കാലുകൾക്ക് ഭാരം കൂടിയതായി തോന്നി. ഉപേക്ഷിക്കപ്പെട്ട ഒരു കടയിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ ശ്രദ്ധിക്കരുത് എന്ന നിയമം എൻ്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. എൻ്റെ തോന്നലാണെന്ന് സ്വയം വിശ്വസിപ്പിച്ച് ഞാൻ ആ ശബ്ദം അവഗണിക്കാൻ ശ്രമിച്ചു. എന്നാൽ മൃദുലവും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ആ ശബ്ദങ്ങൾ തുടർന്നു. കടയിലേക്ക് അടുക്കും തോറും അവയുടെ തീവ്രത വർദ്ധിച്ചു. കടയുടെ ഗ്ലാസ് ഷെൽഫിലൂടെ ഞാൻ അകത്തേക്ക് നോക്കി. ജനലുകൾ കടലാസ് കൊണ്ട് മറച്ചിരുന്നതിനാൽ ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ നടപ്പിൻ്റെ വേഗത കൂട്ടി. അങ്ങോട്ട് നോക്കാതിരിക്കാൻ ശ്രമിച്ചു. ആ പേപ്പറുകൾക്ക് പിന്നിൽ എന്താണെന്നോ ശബ്ദം എവിടെ നിന്നാണെന്നോ എനിക്ക് അറിയേണ്ടിയിരുന്നില്ല. ശബ്ദം ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിലും വ്യക്തമായും കേൾക്കാമായിരുന്നു. പക്ഷേ അത് വെള്ളത്തിനടിയിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ വികൃതമായിരുന്നു. മുന്നോട്ട് തിരിഞ്ഞു നോക്കാൻ കൂട്ടാക്കാതെ ഞാൻ കട കടന്നുപോയി. ആ ശബ്ദം പതിയെ മാഞ്ഞു. അപ്പോൾ എൻ്റെ പിരിമുറുക്കം അയഞ്ഞതായി എനിക്ക് തോന്നി. എന്നാൽ ഞാൻ വളവ് തിരിഞ്ഞ് അടുത്ത ഇടനാഴിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാനത് വീണ്ടും കേട്ടു. കാൽപ്പെരുമാറ്റം. പക്ഷേ അത് സാധാരണ കാൽപ്പെരുമാറ്റമായിരുന്നില്ല. തറയിൽ എന്തോ കട്ടിയുള്ള സാധനം ഇട്ട് ഉരുസുന്ന പോലൊരു ശബ്ദം. എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി. തിരിഞ്ഞു നോക്കുന്നതിന് മുന്നേ എനിക്കറിയാമായിരുന്നു അതെന്താണെന്ന്. അതൊരു മാൻക്വിനായിരുന്നു. ഒരു മാൻക്വിൻ നിങ്ങളെ പിന്തുടരുന്നെന്ന് തോന്നിയാൽ തിരിഞ്ഞു നോക്കരുത്. നിങ്ങൾ അവരെ അവഗണിക്കുകയാണെങ്കിൽ അവ നിർത്തും. നിങ്ങൾ നോക്കിയാൽ അവർ കൂടുതൽ അടുക്കും. അപ്പോൾ എൻ്റെ മനസ്സ് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്ന്. കണ്ണുകൾ മുന്നോട്ട് തന്നെ ഉറപ്പിച്ച് ഞാൻ വേഗത്തിൽ നടന്നു. എൻ്റെ പിന്നിൽ മാൻക്വിൻ നീങ്ങുന്നതിൻ്റെ വർദ്ധിച്ചു വരുന്ന ശബ്ദം അവഗണിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു. പക്ഷെ തറയിലെന്തോ വലിച്ചിഴയ്ക്കുന്ന ആ ശബ്ദം ഓരോ നിമിഷം അടുത്തുകൊണ്ടിരുന്നു. എൻ്റെ ചെവികളിൽ ഒരു ദുസ്വപ്നം പോലെ അത് മുഴങ്ങി. പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. ജസ്റ്റ് കീപ്പ് വാക്കിംഗ്, കീപ്പ് വാക്കിംഗ്, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. മാൻക്വിൻ്റെ ചലനത്തിൻ്റെ നേരിയ ശബ്ദം പതിയെ ഇല്ലാതായി. ഒടുവിലത് എനിക്ക് കേൾക്കാൻ സാധിക്കാതെയായി. ഞാൻ പിടിച്ചു വച്ചിരിക്കുന്ന ശ്വാസം പുറത്തുവിട്ട് നടത്തത്തിൻ്റെ വേഗത കുറച്ചു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ നിയമം ലംഘിച്ചില്ലല്ലോ എന്നോർത്ത് എനിക്കല്പം ആശ്വാസമായി. എൻ്റെ പിന്തുടർന്നുകൊണ്ടിരുന്നത് എന്തായിരുന്നാലും തൽക്കാലം അത് നിന്നു. അപ്പോഴാണ് ഞാൻ മറ്റൊരൊച്ച കേട്ടത്. യന്ത്രത്തിൻ്റെ ദൂരെയുള്ള നേർത്ത ഒരു മൂളൽ. ഒരു എസ്കലേറ്റർ പ്രവർത്തിക്കുന്ന ശബ്ദം. ഞാൻ മരവിച്ചു പോയി. എൻ്റെ മുഖത്ത് നിന്ന് രക്തം വാർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നി. നിയമം 10. ഒരു എസ്കലേറ്റർ പ്രവർത്തിക്കുന്ന കേട്ടാൽ അന്വേഷിച്ച് പോകരുത്. പകരം സെക്യൂരിറ്റി ക്യാമറയിൽ നോക്കുക. എനിക്കിപ്പോൾ സംഭവിച്ചതെല്ലാം ഓർത്തപ്പോൾ മറ്റൊരു നിയമം ലംഘിക്കാൻ ഞാൻ ധൈര്യപ്പെട്ടില്ല. ഇടനാഴിയിലൂടെ ഇപ്പോൾ നിശബ്ദമായ ഉപേക്ഷിക്കപ്പെട്ട കട കടന്ന് സെക്യൂരിറ്റി ഓഫീസിലേക്ക് ഞാൻ ഓടുമ്പോൾ എൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സിലൂടെ ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞു. ദൂരെയുള്ള എസ്കലേറ്ററിൻ്റെ മുഴങ്ങുന്ന ശബ്ദം, ആ യാന്ത്രികമായ നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു. ഓഫീസിലേക്ക് ഇടിച്ചു കയറിയ ഞാൻ വാതിലടച്ചു. കിതപ്പോടെ ഞാൻ ഉടൻ തന്നെ സെക്യൂരിറ്റി മോണിറ്ററുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഓരോ ക്യാമറ ഫീൽഡും മാറി മാറി പരിശോധിച്ചപ്പോൾ എസ്കലേറ്റർ ക്യാമറയിൽ ഞാനത് കണ്ടു. ഒരു രൂപം.
അതൊരു മനുഷ്യനായിരുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ അത് മറ്റെന്തോ ആയിരുന്നു. ആ രൂപം ഉയരമുള്ളതും അസ്വാഭാവികമാം വിധം മെലിഞ്ഞതുമായിരുന്നു. അതിൻ്റെ മുഖം നിഴലുകളാൽ മറഞ്ഞിരിക്കുന്നു. അത് എസ്കലേറ്ററിൽ നിൽക്കുകയായിരുന്നു. പടികൾ മുകളിലേക്ക് നീങ്ങുമ്പോൾ അതിൻ്റെ ശരീരം ഞരങ്ങുകയും സാവധാനത്തിൽ സ്വാഭാവികമായ ചലനങ്ങൾ നടത്തുകയും ചെയ്തു. സ്ക്രീനിൽ നോക്കി ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കാണുന്നത് ഉൾക്കൊള്ളാൻ എൻ്റെ മനസ്സ് പാടുപെട്ടു. പെട്ടെന്ന് എന്തോ മനസ്സിലായതുപോലെ ആ രൂപത്തിൻ്റെ തല പതിയെ തിരിഞ്ഞു. അവിശ്വസനീയമാം വിധം അത് ക്യാമറയിലേക്ക് നേരിട്ട് നോക്കി. എൻ്റെ നേരെ മോണിറ്റർ മിന്നാൻ തുടങ്ങി. സ്ക്രീനിൽ സ്റ്റാറ്റിക് നിറഞ്ഞു. മുറിയിലൊരു ഉച്ചത്തിലുള്ള മൂളൽ നിറഞ്ഞു. ദൃശ്യങ്ങളിലേക്ക് അധികനേരം നോക്കരുത് എന്ന ഒന്നാം നിയമം ഓർത്തപ്പോൾ ഞാൻ മോണിറ്ററിൽ നിന്ന് എൻ്റെ കണ്ണ് മാറ്റി. പെട്ടെന്ന് ആ മൂളൽ നിലച്ചു. ഞാൻ മോണിറ്ററുകളിലേക്ക് നോക്കിയപ്പോൾ എസ്കലേറ്റർ ശൂന്യമായിരിക്കുന്നു. ആ രൂപം അപ്രത്യക്ഷമായിരിക്കുന്നു. കസേരയിലേക്ക് ചാഞ്ഞ ഞാൻ വിറയലോടെ ഇരുന്നു. ആ ശപിക്കപ്പെട്ട നിയമങ്ങൾ എന്നെ തകർക്കാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തതുപോലെയാണെന്ന് എനിക്ക് തോന്നിയത്. എനിക്ക് രാത്രി അതിജീവിക്കണമായിരുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. അടുത്ത മണിക്കൂറുകൾ കുഴപ്പങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി. ഞാൻ സെക്യൂരിറ്റി ഓഫീസിൽ തന്നെ ഇരുന്നു. മറ്റൊരു റൗണ്ടിന് പോകാൻ കഴിയാത്ത വിധം ഞാൻ തളർന്നിരുന്നു. ഒഴിഞ്ഞ ഇടനാഴികളും നിശ്ചലമായ കടകളും ഇപ്പോൾ അനങ്ങാതെ കിടക്കുന്ന എസ്കലേറ്ററും മാറി മാറി കണ്ട് ഞാൻ മോണിറ്ററുകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. എല്ലാം ശാന്തമായെന്ന് തോന്നി. പക്ഷേ ഓഫീസിലെ അന്തരീക്ഷം നല്ലപോലെ വീർപ്പ് മുട്ടിക്കുന്നതായിരുന്നു. അപ്പോഴാണ് ഞാൻ കേട്ടത് വാതിലിൽ ഒരു മുട്ട്. ഞാൻ ചാടി എഴുന്നേറ്റു. ശരീരം തളർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ മോണിറ്ററുകളിലേക്ക് കണ്ണോടിച്ച് ഓഫീസിന് പുറത്തുള്ള ഇടനാഴി പരിശോധിച്ചു. എന്നാൽ ആരെയും കണ്ടില്ല. പക്ഷെ വീണ്ടും മുട്ട് കേട്ടു. ശക്തിയുള്ള 3-4 മുട്ടലുകൾ. ആരോ പുറത്തുണ്ട് എന്നെനിക്ക് ഉറപ്പായി. അപ്പോഴാണ് ഞാനൊരു ശബ്ദം കേട്ടത്. ഹേയ്, രാത്രി എങ്ങനെ പോകുന്നു? നിയമങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? അത് തൂപ്പുകാരനായിരുന്നു. അല്ലെങ്കിൽ അതങ്ങനെ തോന്നി. ഞാൻ കഷ്ടപ്പെട്ട് ഉമിനീരിറക്കി. പെട്ടെന്ന് എനിക്ക് 8ാമത്തെ നിയമം ഓർമ്മ വന്നു. രാവിലെ 4-നും 4:30-നും ഇടയിൽ സെക്യൂരിറ്റി ഓഫീസ് വാതിൽ പൂട്ടുക. ആർക്കും അത് തുറന്നു കൊടുക്കാതിരിക്കുക. ആര് പൂട്ടിയാലും വാതിൽ തുറക്കരുത്. കാരണം അത് നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തിയായിരിക്കില്ല. ക്യാമറ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ക്ലോക്കിലേക്ക് നോക്കി. സമയം രാവിലെ 4:03. ഞാൻ വീണ്ടും ക്യാമറ ഫീൽഡുകൾ പരിശോധിച്ചു. ഓഫീസിന് പുറത്തുള്ള ഇടനാഴി പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുന്നു. പക്ഷേ വാതിലിലെ മുട്ട് തുടർന്നു. ഇത്തവണ അത് കൂടുതൽ നിർബന്ധ ബുദ്ധിയോടെയായിരുന്നു. പെട്ടെന്ന് തൂപ്പുകാരൻ്റെ ശബ്ദം വാതിലൂടെ മുഴങ്ങി. വാതിൽ തുറക്ക്. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാൻ അനങ്ങാതെ നിന്നു. എൻ്റെ കൈ വാതിൽപ്പടിയുടെ അടുത്തായി വിറച്ചു നിന്നു. അപ്പോൾ മനസ്സിലൂടെ 1000 ചിന്തകൾ പാഞ്ഞു. ഒരു നിമിഷം അത് തൂപ്പുകാരനാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ ആ സമയത്ത് എൻ്റെ തോന്നലുകളെ വിശ്വസിക്കരുതെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ വീണ്ടും ക്യാമറ നോക്കി. ഇപ്പോഴും ആരുമില്ല. മുട്ട് പെട്ടെന്ന് നിന്നു. ഓഫീസിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. ഞാൻ വിറയലോടെ ശ്വാസം പുറത്തു വിട്ടു. അനങ്ങാൻ ധൈര്യപ്പെടാതെ ഞാൻ ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ആ തൂപ്പുകാരൻ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു. ക്യാമറയിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് അയാൾ വാതിലിന് പുറത്ത് നിൽക്കുകയായിരുന്നു. അയാൾ വീണ്ടും വാതിലിൽ മുട്ടി. ആ സമയം അവൻ്റെ മുഖത്ത് പേടിപ്പെടുത്തുന്ന ഒരു ചിരി പ്രത്യക്ഷപ്പെട്ടു. അയാൾ ക്യാമറയിലേക്ക് നോക്കിയത് ഒരു മനുഷ്യനെ പോലെ ആയിരുന്നില്ല. പെട്ടെന്ന് അവൻ്റെ ശരീരം പുക പോലെ ഇളകി. പിന്നെ പതിയെ വായുവിൽ അപ്രത്യക്ഷമായി. ഞാൻ ക്ലോക്കിലേക്ക് നോക്കി. കൃത്യം പുലർച്ചെ 4:30. അതെന്തായാലും ഇപ്പോൾ അത് പോയിരിക്കുന്നു. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ആദ്യമായി എനിക്ക് ആശ്വാസം തോന്നി. മോണിറ്റർക്ക് മുന്നിൽ കുറേ നേരം കുനിഞ്ഞിരുന്നത് കാരണം എനിക്ക് പേശികൾക്ക് നല്ല വേദനയുണ്ടായിരുന്നു. ഞാൻ പതിയെ എഴുന്നേറ്റു. കാലുകളൊന്ന് നിവർത്തി നടക്കണം. എന്നെ പിന്തുടരുന്ന പേടിയുടെ നിഴലിനെ ഒരു നിമിഷമെങ്കിലും കുടഞ്ഞെറിയണം. ഇത്രയൊക്കെ സംഭവിച്ചതിന് ശേഷം ദൂരെ എവിടെയും പോകാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു. പക്ഷേ ഓഫീസിൽ തന്നെ അടച്ചിരിക്കാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഒരുപക്ഷെ ചെറിയൊരു നടത്തം അതെൻ്റെ മനസ്സിന് ഒരു ഉണർവ് നൽകിയേക്കുമെന്ന് ഞാൻ കരുതി. മാൾ ഒരു മരണവീട് പോലെ നിശബ്ദമായിരുന്നു. ഇടനാഴിയിൽ വൈദ്യുതിയുടെ നേർത്ത മൂടൽ മാത്രം. ഫ്ലോറസൻ്റ് ലൈറ്റുകൾ ഇടയ്ക്കിടെ മിന്നിമറയുന്നു. ഞാനത് നടക്കുമ്പോൾ നീണ്ടതും വികൃതവുമായ നിഴലുകൾ നിലത്ത് വീഴ്ത്തി. മാൻകിനുകളെയോ കടകളെയോ ഭയപ്പെടുത്തുന്ന നിശബ്ദതയോ ശ്രദ്ധിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ തലതാഴ്ത്തി നടന്നു. സെക്യൂരിറ്റി ഓഫീസിനടുത്തുള്ള വളവ് തിരിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. തൂപ്പുകാരൻ അവിടെ ചുവരിച്ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായി കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ സൗഹൃദ ചിരി അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. ഇത്തവണ അത് ശരിക്കും തൂപ്പുകാരനായിരിക്കുമെന്ന് എനിക്ക് തോന്നി. രാത്രിയിൽ ഞാൻ കണ്ട അതേ വിചിത്ര രൂപത്തേക്കാൾ ജീവനുള്ള മുഖമായിരുന്നു അത്.
കുറഞ്ഞ പക്ഷം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. രാത്രിയിലെ പടി ബുദ്ധിമുട്ടായിരുന്നോ? അയാൾ ചോദിച്ചു. അവൻ്റെ ശബ്ദം പതിഞ്ഞതായിരുന്നു, ഒരല്പം കളിയാക്കുന്നത് പോലെ. എങ്ങനെ മറുപടി പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. നേരത്തെ കണ്ട കാര്യങ്ങൾ, വാതിലിലെ മുട്ട്, രൂപം പുകയായി മാറിയത്, ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ, ഇവയെല്ലാം എങ്ങനെ യോജിപ്പിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയും പറയാം. എൻ്റെ തൊണ്ട വല്ലാതെ വരണ്ടിരുന്നു. ഏതാണ് ഈ സ്ഥലം? ഈ നിയമങ്ങൾ എന്തിനാണ്? ഞാൻ ചോദിച്ചു. തൂപ്പുകാരൻ പതിയെ ചിരിച്ചു. പക്ഷേ അത് നേരത്തെ രാത്രി ഉണ്ടായിരുന്ന സൗഹൃദപരമായ നല്ല ചിരിയായിരുന്നില്ല. ആ ചിരിക്ക് പിന്നിൽ എന്തോ മറഞ്ഞിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങളെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ ചെറുതായി. നിങ്ങൾ വിചാരിക്കുന്നതിലും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അയാൾ പറയുന്ന ഓരോ വാക്കും എന്നെ കൂടുതൽ അസ്വസ്ഥമാക്കിയതുകൊണ്ട് ഞാനൊരു ചുവട് പിന്നോട്ട് വെച്ചു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ മാളിൽ എന്താണ് നടക്കുന്നത്? അപ്പോൾ ആ ചിരി അയാളുടെ മുഖത്തുനിന്നും മാഞ്ഞു. നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞെന്നും വരാം, അല്ലെങ്കിൽ കഴിഞ്ഞില്ലെന്നും വരാം. പക്ഷേ ഒന്നുറപ്പാണ്, ഇതിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. അത്രയും പറഞ്ഞ് അയാൾ ഇടനാഴിയിലേക്ക് തിരിച്ചു നടന്നു. അയാളുടെ ചലനങ്ങൾ പതിയെയായിരുന്നു, ശ്രദ്ധയോടെയായിരുന്നു. എങ്ങോട്ടും പോകാൻ തിരക്കില്ലാത്തതുപോലെ. എനിക്ക് എല്ലാറ്റിനും ഉത്തരങ്ങൾ വേണമായിരുന്നു. നിൽക്ക്! എൻ്റെ ശബ്ദം ആളൊഴിഞ്ഞ ഇടനാഴിയിൽ പ്രതിധ്വനിച്ചു. രക്ഷപ്പെടാൻ കഴിയില്ലെന്നോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? എന്താണ് നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്? പക്ഷേ അയാൾ നിന്നില്ല. ടൈലിട്ട തറയിലൂടെ അയാൾ നടന്നപ്പോൾ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെന്നെ ശരിക്കും ഭയപ്പെടുത്തി. എനിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അയാൾക്ക് പിന്നാലെ ഓടി. എങ്ങനെയെങ്കിലും ഒരു ഉത്തരം കിട്ടിയേ തീരുമെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. ഒരു വളവ് തിരിഞ്ഞു നോക്കിയതും ഇടനാഴി ഒഴിഞ്ഞു കിടക്കുന്നു. അയാൾ വീണ്ടും അപ്രത്യക്ഷനായി. എൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ വർദ്ധിച്ചു. ഞാൻ അവിടെ നിന്നു ഒഴിഞ്ഞ ഇടനാഴിയിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട്. ഒരാൾക്ക് ഇത്ര വേഗത്തിൽ എങ്ങനെയാണ് അപ്രത്യക്ഷനാകാൻ കഴിയുക? തൊട്ടുമുമ്പ് അയാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? അയാൾ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നറിയാനായി ഞാൻ ചുറ്റും നോക്കി. പക്ഷേ ആകെ നിശബ്ദമായി. ആ നിശബ്ദത എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അപ്പോഴാണ് ആ നേർത്ത ശബ്ദം ഞാൻ കേട്ടത്. വളരെ പതിഞ്ഞ, ഏങ്ങലടിച്ച് കരയുന്ന ഒരു ശബ്ദം. ആദ്യം ആ ശബ്ദം തീരെ ചെറുതായിരുന്നു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരും കേൾക്കില്ല. എന്നാൽ ഞാനവിടെ പേടിച്ചു നിൽക്കുമ്പോൾ അത് പതിയെ ഉച്ചത്തിലായി, കൂടുതൽ വ്യക്തമായി കേട്ടു. എവിടെയോ അടുത്തു നിന്ന് ഒരു സ്ത്രീയുടെ നേർത്ത കരച്ചിൽ. ഇത് കേട്ടപ്പോൾ എൻ്റെ ദേഹമാകെ ചൂളിപ്പോയിരുന്നു. എനിക്കാണെങ്കിൽ എല്ലാ നിയമങ്ങളും മനഃപ്പാടമായിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. 9ാമത്തെ നിയമം: ഒരു ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ആരെങ്കിലും കരയുന്നത് കേട്ടാൽ വാതിൽ തുറക്കരുത്. ഞാൻ കഷ്ടപ്പെട്ട് ഉമിനീറിറക്കി ആ കരച്ചിൽ കേൾക്കാതിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം നിന്നില്ല. മുന്നിലുള്ള ഏതോ കടയിൽ നിന്നാണ് കരച്ചിൽ വരുന്നത്. ആളനക്കമില്ലാത്ത ഇടനാഴിയിലൂടെ ആ കരച്ചിൽ മുഴങ്ങിക്കേട്ടു. ഓടി രക്ഷപ്പെടാൻ എൻ്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. ഓഫീസിലേക്ക് തിരിച്ചുപോയി ജോലി തീരുന്നത് വരെ അവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. പക്ഷേ ആ കരച്ചിലിന് എന്നെ അതിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. എനിക്കത് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആർക്കെങ്കിലും ശരിക്കും സഹായം ആവശ്യമുണ്ടെങ്കിലോ? ഇതെല്ലാം എൻ്റെ തോന്നലുകളാണെങ്കിലോ? ഈ നിയമങ്ങളെല്ലാം വെറും തമാശയാണെങ്കിലോ? ഞാൻ തല കുടഞ്ഞ് എൻ്റെ ചിന്തകൾ ശരിയാക്കാൻ നോക്കി. ഇന്ന് രാത്രി ഞാൻ ഒരുപാട് നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞു. ഇതൊരു തമാശയല്ല. ക്ലീൻ ചെയ്തയാൾ എനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നു. ഇനി ഞാൻ അയാളെ അവഗണിക്കുന്നത് ശരിയല്ല. പക്ഷെ കരച്ചിൽ നിന്നില്ല. അതിപ്പോൾ കൂടുതൽ ഉച്ചത്തിലായിരിക്കുന്നു. തൊട്ടടുത്തുള്ള കടയുടെ ഉള്ളിൽ നിന്നാണ് ആ ശബ്ദം മുഴങ്ങിക്കേൾക്കുന്നത്. ആ ശബ്ദത്തിന് എന്തോ പ്രശ്നമുണ്ടായിരുന്നു. വല്ലാത്തൊരു കൃത്രിമ ശബ്ദം പോലെ, എന്തോ വിചിത്രമായ ഒന്ന്. ആരോ കരയുന്നത് റെക്കോർഡ് ചെയ്തതുപോലെ എനിക്ക് തോന്നി. അതൊരു മനുഷ്യൻ്റെ കരച്ചിൽ പോലെ ആയിരുന്നില്ല. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ അവിടെ നിന്നു. ആ സമയം പരിഭ്രാന്തിയും ഭയവും എന്നെ ഒരുപോലെ വിടാതെ പിടികൂടി. പെട്ടെന്ന് കരച്ചിൽ നിന്നു. ചുറ്റും വല്ലാത്തൊരു നിശബ്ദത. വായുവിന് ഭാരം കൂടി. മാളിൻ്റെ ചുവരുകൾ എന്നെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ തോന്നി. എൻ്റെ നെഞ്ച് മുറുകി. ഞാൻ ശ്വാസം എടുക്കാൻ പോലും മറന്നുപോയിരുന്നു എന്ന് അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. പിന്നെ പതിയെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. സുരക്ഷാ ക്യാമറകളിലൊന്നിൽ ഒരു രൂപം തെളിഞ്ഞു വരുന്നു. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ക്യാമറകൾ എൻ്റെ കയ്യിലുള്ള ഉപകരണത്തിലേക്ക് ഇപ്പോഴും ബന്ധിപ്പിച്ചിരുന്നു. എനിക്ക് സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. വിളറിയ മുഖമുള്ള ഒരു സ്ത്രീ. നീണ്ട കറുത്ത മുടി മുഖത്തേക്ക് വീണ് കിടക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമായിരുന്നില്ല.
അവൾ പഴയൊരു സാധാരണ വസ്ത്രമാണ് ധരിച്ചിരുന്നത്. അവൾ പതിയെ ശരീരം കുനിച്ച് ഇടനാഴിയിലൂടെ നീങ്ങുകയായിരുന്നു. അവളുടെ കാലുകൾ തറയിൽ തട്ടുന്നുണ്ടായിരുന്നില്ല. ആ കാഴ്ച കണ്ട് ഞാൻ മരവിച്ചു പോയി. അവൾ ഡ്രസ്സിംഗ് റൂമിൻ്റെ അടുത്തേക്ക് വന്നു. അവളുടെ ശരീരം വാതിലിനോട് ചേർന്നു. ഞാൻ അവളെ പിന്തുടരണം എന്നതുപോലെ അവൾ വാതിലിൻ്റെ പുറത്തു നിന്നു. ഞാനൊരു ചുവട് പിന്നോട്ട് മാറി. എൻ്റെ ഹൃദയമിടിപ്പ് അതിവേഗത്തിലായി. ഇതെൻ്റെ തോന്നലാണെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഇന്ന് രാത്രി ഞാൻ ഒരുപാട് വിചിത്ര കാര്യങ്ങൾ കണ്ടു. പക്ഷേ ഇത് തികച്ചും വിശ്വസിക്കാൻ പറ്റാത്തതായിരുന്നു. ഞാൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. ആ രൂപം അപ്രത്യക്ഷമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. കണ്ണു തുറന്നപ്പോൾ അവൾ അവിടെ ഇല്ലായിരുന്നു. പക്ഷേ കരച്ചിൽ വീണ്ടും തുടങ്ങി. ഇത്തവണ എൻ്റെ തൊട്ടു പിന്നിൽ നിന്ന്. ഞാൻ ഒന്നും ആലോചിക്കാതെ കഴിയുന്നത്ര വേഗത്തിൽ ഇടനാഴിയിലൂടെ ഓടി. ആ സ്ത്രീയുടെ കരച്ചിൽ ഇടനാഴിയിൽ മുഴങ്ങി. ഞാൻ ഓടുംതോറും അത് കൂടുതൽ ഉച്ചത്തിൽ പേടിപ്പിക്കുന്നതായി. ഞാൻ തിരിഞ്ഞു നോക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒന്നും നോക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു. ആ നിമിഷം എൻ്റെ മനസ്സിൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. സെക്യൂരിറ്റി ഓഫീസിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ശ്വാസം നിന്നുപോയിരുന്നു. എൻ്റെ ശരീരം മുഴുവൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാതിലടച്ചു. എന്നിട്ട് മോണിറ്ററിന് മുന്നിലെ കസേരയിൽ തളർന്നിരുന്നു. ശ്വാസമെടുക്കാൻ എൻ്റെ നെഞ്ച് ഉയർന്നു താന്നു. ലൈറ്റുകൾ ചെറുതായി മിന്നി. ചുവരുകളിൽ വിചിത്രമായ നിഴലുകൾ വീണു. രക്ഷപ്പെടാൻ കഴിയാതെ ഒരു കൂട്ടിലകപ്പെട്ട മൃഗത്തെപ്പോലെ എനിക്ക് തോന്നി. പക്ഷേ ഉടൻ ജോലി തീരും എന്നൊരു ചെറിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ മോണിറ്ററുകളിലേക്ക് നോക്കി. എൻ്റെ ഹൃദയം തകർന്നുപോയി. അവൾ അവിടെ ഉണ്ടായിരുന്നു. അതേ വിളറിയ രൂപം. അസ്വാഭാവികമായ ഒഴുകി നീങ്ങുന്ന രീതിയിൽ അവൾ വരുന്നുണ്ടായിരുന്നു. അവളിപ്പോൾ ഇടനാഴിയിൽ ചുറ്റിത്തിരിയുകയായിരുന്നില്ല. അവൾ നേരിട്ട് സെക്യൂരിറ്റി ഓഫീസിലേക്ക് വരികയാണ്. ഞാൻ അവളെ മോണിറ്ററിൽ നോക്കി നിൽക്കുമ്പോൾ എൻ്റെ രക്തം തണുത്തുറഞ്ഞു. അവൾ ഇടനാഴിയിലൂടെ ഒഴുകി നീങ്ങുന്നു. കൂടുതൽ അടുത്തു വരുന്നു. അവളുടെ പതിഞ്ഞ ഞരങ്ങുന്ന ചലനങ്ങൾ എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. കരച്ചിൽ നിലച്ചിരിക്കുന്നു. പക്ഷേ അവളുടെ സാമീപ്യം എന്നെ ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു. അവൾ അടുത്തേക്ക് വരുമ്പോൾ ചുറ്റുമുള്ള വായു പോലും വികൃതമാകുന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ ക്യാമറ ഫീൽഡുകൾ പരിഭ്രാന്തിയോടെ മാറ്റി മാറ്റി നോക്കി. അവൾ അടുത്തെത്തിക്കൊണ്ടിരുന്നു. അടഞ്ഞ കടകൾക്കരികിലൂടെ അവൾ ഒഴുകി നീങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. അവളുടെ മുഖം മുടിയാൽ മറഞ്ഞിരിക്കുന്നു. കൈകൾ അനങ്ങാതെ തൂങ്ങിക്കിടക്കുന്നു. അവൾ അടുത്ത് വരുംതോറും എൻ്റെ പേടി കൂടിക്കൂടി വന്നു. ഞാൻ നിയമങ്ങൾ എഴുതിയ കടലാസ് വിറയലോടെ പിടിച്ചു. വാതിൽ തുറക്കരുത്, ഞാൻ മനസ്സിൽ ആവർത്തിച്ചു പറഞ്ഞു. ഒരു കാരണവശാലും വാതിൽ തുറക്കരുത്. ആ സ്ത്രീ സെക്യൂരിറ്റി റൂമിന് പുറത്തു നിൽക്കുന്നു. ക്യാമറയിൽ എനിക്കവളെ കാണാമായിരുന്നു. അവൾ അവിടെ അനങ്ങാതെ ഒരു പ്രതിമ പോലെ നിന്നു. അവൾ അപ്രത്യക്ഷമാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ വാതിൽ മുട്ടു തുടങ്ങി. ആദ്യം പതിയെ, പിന്നെ അത് ഉച്ചത്തിലായി. വാതിൽ ശക്തിയായി കുലുങ്ങാൻ തുടങ്ങി. എൻ്റെ നെഞ്ചിടിപ്പ് കാതുകളിൽ മുഴങ്ങി. അവൾ വാതിലിന് മറുവശത്ത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ മോണിറ്ററിലേക്ക് വീണ്ടും നോക്കി. അവൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകാൻ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. പക്ഷേ വാതിലിൻ്റെ മുട്ട് തുടർന്നു. ഓരോ നിമിഷവും മുട്ട് കൂടുതൽ കൂടുതൽ ഉച്ചത്തിലായി. ആരോ മുഷ്ടി കൊണ്ട് ഇടിക്കുന്നത് പോലെ. എൻ്റെ നെഞ്ചിടിപ്പ് കൂടി ശരീരം വിറച്ചു. അനങ്ങാൻ കഴിയാതെ ഞാൻ വാതിലിലേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. ഏയ്, ഡോർ തുറക്ക്, ഇത് മാനേജരാണ്. ഞാൻ മരവിച്ചു പോയി. ആ ശബ്ദം എനിക്ക് പരിചിതമായിരുന്നു. അത് മിസ്റ്റർ ഹെൻസി ആയിരുന്നു. പക്ഷേ എന്തോ ഒരു പന്തികേട് തോന്നി. ഞാൻ ക്ലോക്കിലേക്ക് നോക്കി. സമയം രാവിലെ 6:01. പക്ഷേ ഉടനെ മനസ്സിലൊരു സംശയം തോന്നി. ഇത് ശരിക്കും അദ്ദേഹമാണോ അതോ അവളുടെ മറ്റെന്തെങ്കിലും തന്ത്രമാണോ? ഞാൻ ക്യാമറ അവസാനമായി നോക്കി. ആ സ്ത്രീ പോയിരുന്നു. അവളുടെ അടയാളവും ഉണ്ടായിരുന്നില്ല. എല്ലാം ഓക്കെ അല്ലേ? മിസ്റ്റർ ഹെൻസിയുടെ ശബ്ദം അടുത്തു നിന്ന് കൂടുതൽ ആശങ്കയോടെ കേട്ടു. വാതിൽ തുറക്കൂ, നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാൻ ഒന്ന് മടിച്ചു നിന്നു. ഈ രാത്രി ഞാൻ അതിജീവിച്ചല്ലോ, ഞാൻ ഓർത്തു. ക്ലോക്കിൽ 6 മണി കഴിഞ്ഞെന്ന് വിശ്വസിച്ചു. ആ അവസാന നിമിഷങ്ങളിൽ ഒന്നും എന്നെ തേടിയെത്തിയില്ല. പക്ഷേ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ എന്നെ വല്ലാതെ ഉലച്ചിരുന്നു. അതുകൊണ്ട് ഒന്നിനെയും ആരെയും വീണ്ടും ഒരു തവണ കൂടി നോക്കാതെ വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ക്യാമറ അവസാനമായി നോക്കി. ഓഫീസിന് പുറത്തുള്ള ദൃശ്യം വീണ്ടും ഉറപ്പുവരുത്തി. മിസ്റ്റർ ഹെൻസി അവിടെ തന്നെ ഉണ്ടായിരുന്നു. വാതിലിന് പുറത്ത് നിൽക്കുന്നു. ഞാൻ ആദ്യമായി കണ്ടപ്പോൾ എങ്ങനെയാണോ അതേപോലെ. പേടിപ്പിക്കുന്ന രൂപമില്ല, വികൃതമായ മുഖമില്ല. പേടിയോടെ ഞാൻ വാതിൽ തുറന്നു. എൻ്റെ മുഖം കണ്ടപ്പോൾ മിസ്റ്റർ ഹെൻസിക്ക് സങ്കടം തോന്നി. കഴിഞ്ഞ രാത്രി ബുദ്ധിമുട്ടായിരുന്നോ? അദ്ദേഹം ചോദിച്ചു. ഞാൻ പതുക്കെ തലയാട്ടി. എൻ്റെ മുഖത്തെ പേടി കണ്ടപ്പോൾ അദ്ദേഹം നെറ്റി ചുളിച്ചു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നിങ്ങളെ കണ്ടാൽ ഒരു ഭൂതത്തെ കണ്ടതുപോലെ ഉണ്ടല്ലോ. അങ്ങനെയും പറയാം, ഞാൻ പറഞ്ഞു.
ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. ആ മാൻകുനെക്കുറിച്ചോ കരഞ്ഞ സ്ത്രീയെക്കുറിച്ചോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല. പറഞ്ഞാലും അദ്ദേഹം വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. രാത്രി കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം തോന്നി. പക്ഷെ എന്തോ ഒന്ന് എന്നെ അലട്ടിയിരുന്നു. ഈ സ്ഥലം വിടും മുമ്പ് എനിക്കറിയേണ്ട എന്തോ ഒന്ന്. ആ തൂപ്പുകാരനാൾ എങ്ങനെയാ? ഞാൻ പെട്ടെന്ന് ചോദിച്ചു. രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നയാൾ. മിസ്റ്റർ ഹെൻസി എന്നെ സംശയത്തോടെ നോക്കി. ഏത് തൂപ്പുകാരൻ? ഞാൻ ഞെട്ടിപ്പോയി. രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നയാൾ. അദ്ദേഹം എനിക്കൊരു നിയമങ്ങളുടെ ലിസ്റ്റ് തന്നു. മിസ്റ്റർ ഹെൻസി തലയാട്ടി. അദ്ദേഹത്തിൻ്റെ മുഖഭാവം ഗൗരവമുള്ളതായി മാറി. രാത്രിയിൽ ഇവിടെ തൂപ്പുകാരൊന്നുമില്ല. നിങ്ങളല്ലാതെ മറ്റാരും രാത്രിയിലൂടെ ജോലി ചെയ്യുന്നില്ല. എൻ്റെ മനസ്സ് ആകെ കുഴഞ്ഞു. കാര്യങ്ങൾ ഒത്തുപോകുന്നുണ്ടായിരുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. മിസ്റ്റർ ഹെൻസി എന്നെ തുറച്ചു നോക്കി. എൻ്റെ മനസ്സ് ചോദ്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. തൂപ്പുകാരനല്ലെങ്കിൽ ആരായിരുന്നു? അല്ലെങ്കിൽ എന്തായിരുന്നു എനിക്ക് മുന്നറിയിപ്പ് നൽകിയത്? ആ നിയമങ്ങൾ എവിടെ നിന്ന് വന്നു? ഞാൻ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന് താക്കോൽ കൊടുത്തു. ഉടൻ തന്നെ ജോലി നിർത്തി. തിരിഞ്ഞു നോക്കാതെ മാളിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവിടെ എന്താണ് നടന്നതെന്നോ ആ സ്ഥലത്തിൻ്റെ ഇരുണ്ട കോണുകളിൽ എന്താണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്നോ അറിയാൻ ഞാൻ അവിടെ നിന്നില്ല. ഞാൻ കാർ ഓടിച്ചു പോകുമ്പോൾ രാത്രിയിലെ പേടി ഇപ്പോഴും എൻ്റെ നെഞ്ചിൽ വലിയ ഭാരമായി കിടന്നു. ചില സ്ഥലങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ മനസ്സിലാക്കി. ആ മാൾ അങ്ങനൊരു സ്ഥലമായിരുന്നു. ഞാനിനി ഒരിക്കലും അവിടേക്ക് തിരികെ പോവില്ല.